ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ബിജു കൃഷ്ണൻ. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു വീടെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ ആ വീടെടുക്കുന്ന ഈ സ്ഥലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വീടെടുക്കുന്ന ഇതിനെക്കുറിച്ച് നിങ്ങൾ നോക്കണം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മളൊരു വീടെടുക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് അല്ലേ, നമ്മൾ ആ ലൊക്കാലിറ്റി, ആ ഏരിയ എങ്ങനെയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ കുറേ കാലം നമ്മൾ അവിടെ ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ജീവിക്കുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലാണ് അവിടെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമുണ്ട്. നിങ്ങളൊരു വീട് പോയി കണ്ടു, നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുകയാണ്, ഞാൻ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ ഡിഫറെൻറ്റ് ടൈമുകളിൽ ആ ഏരിയയിൽ പോയി ആ ഏരിയ എങ്ങനെയാണ് എന്ന് ഒബ്സർവ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒരുപക്ഷെ വീക്കെൻഡിൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്, അവിടുത്തെ ട്രാഫിക്കുകൾ എങ്ങനെയുണ്ട്, പുതിയ ഉള്ള നൈബർഹുഡുകൾ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ആ ഏരിയനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവിടുത്തെ ക്രൈം റേറ്റുകൾ എങ്ങനെയാണ് എന്നത്. നമ്മൾ ആ പോസ്റ്റ് കോഡോ കാര്യങ്ങളോ വെച്ചുകൊണ്ട് ഇന്ന് ഓൺലൈനിലൊക്കെ പല സെർച്ചുകൾ നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവിടെ എത്രമാത്രം ക്രൈം റേറ്റുകളുണ്ട്, ഏത് ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കി മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ഒരു പിന്നീടുള്ള പീസ് ഓഫ് മൈൻഡുള്ള ലൈഫിന് വേണ്ടിയിട്ട് ഒരുപാട് ഗുണകരമാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് അക്കാദമികൾ. അതായത് നിങ്ങൾ ആ എടുക്കുന്ന വീടിന് തൊട്ടടുത്ത് നല്ല അക്കാദമികളാണ്, നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള അക്കാദമികൾ. ഓരോ ലോക്കൽ കൗൺസിലും അക്കാദമിയുടെ റേറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഭാവിയിൽ നിങ്ങളെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങൾക്കത് ഭയങ്കര ഗുണകരമാണ്. കാരണം ഇവിടെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലാണ് കൂടുതൽ നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏരിയക്ക് തൊട്ടടുത്ത് തന്നെയാണോ അക്കാദമി ഉള്ളത് എന്ന് നിങ്ങൾ നോക്കുന്നത്, നല്ല അക്കാദമികളാണോ ഉള്ളത് എന്ന് നോക്കുന്നത് ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങൾ ഇനിയിപ്പോൾ ഈ വീട് വിറ്റ് മാറേണ്ട സമയത്തൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമുള്ള ഒരു കാര്യങ്ങളായിരിക്കും. അടുത്ത നിങ്ങൾ ലോക്കൽ ഷോപ്പുകൾ, ലോക്കൽ അമ്യൂണിറ്റീസുകൾ, നിങ്ങൾക്ക് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്ക് ഒരു എമർജൻസി ആയിട്ട് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം. അപ്പം ആ ആക്സസിബിലിറ്റി, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ വണ്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നു പോയിട്ട് പെട്ടെന്ന് പോയിട്ട് സാധനങ്ങൾ വാങ്ങി വരണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അടുത്ത ഘടകങ്ങളാണ് നമ്മൾക്കുള്ള അവിടെ അല്ലെങ്കിൽ റോഡ് സർവീസുകൾ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ട്രാഫിക് സർവീസുകൾ നമുക്കുള്ളത്, റെഡിക്കോ നമ്മുടെ ബസ് സ്റ്റോപ്പ് എവിടെയാണുള്ളത്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്, നമുക്ക് കൂടുതൽ ബസ് ആക്സസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിർത്തി പറഞ്ഞാൽ ഗുണകരമാകുന്ന കാര്യമാണ്. ഓക്കെ, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എമർജൻസി സർവീസുകൾ അവിടെ ഉണ്ടാവുക, എത്ര അടുത്താണ് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ GPയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ദന്തിഷ്ടത്തിലേക്ക് പോകാനുള്ള ദൂരം, നമ്മൾ എമർജൻസി ഹോസ്പിറ്റലിലേക്ക് പോലും വരേണ്ട ദൂരങ്ങൾ എത്ര ദൂരമുണ്ട് എന്നൊക്കെ അറിയുന്നത് വളരെ നല്ലതാണ്. കാരണം അത് ഞാൻ പറയുകയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ടൗണിനടുത്ത് പെട്ടെന്നൊരു വയ്യാണ്ടാവുന്നു. അവിടെ ആംബുലൻസ് അയാളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുത്തത് ഏകദേശം ഒരു 35 മിനിറ്റ്സ് ആയിട്ടാണ്. അറ്റാക്ക് വന്ന് അയാൾ കൊളാപ്സ് ആവുന്നു, 35 മിനിറ്റ്സ് ആയിട്ടാണ്. ഇത് അൺഫോർച്ചുനേറ്റ്ലി ആ മനുഷ്യരുടെ ഡെത്തിലേക്ക് പോലും ലീഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ എമർജൻസി ഫെസിലിറ്റികളെ ഒക്കെ നമ്മൾ എത്രമാത്രം അടുത്തുണ്ട്. പെട്ടെന്നൊരു കാര്യം വന്നു, അല്ലെങ്കിൽ ഒരു ആംബുലൻസിന് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു GPയിലേക്ക് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് പോകണം, അതൊക്കെ നമുക്ക് എത്രമാത്രം എടുപ്പാണ് എന്നൊക്കെ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ആ പ്രദേശത്തിൽ നിന്നുള്ള മറ്റ് ഫെസിലിറ്റികൾ, നിങ്ങൾക്ക് അവിടെയുള്ള എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റുകൾ, ഒരുപക്ഷെ നിങ്ങളെ കുട്ടികൾ പോകുന്ന സമയത്ത് കുട്ടികൾക്കുള്ള ലൈബ്രറികൾ, ഫെസിലിറ്റികൾ, അങ്ങനെയുള്ളതൊക്കെയൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലോക്കൽ ഏരിയനെ കുറിച്ച് അത്യാവശ്യം നല്ല ഗ്രാഹ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുന്ന ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് തന്നെ ഷോപ്പിംഗ് മാളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഗുണകരമാവുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്കുള്ള ദൂരങ്ങൾ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് വളരെ അടുത്താണെങ്കിൽ, എക്സ്പെഷ്യലി ഞാൻ പറയും കൂടുതൽ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ജോലി സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി അടുത്താണെങ്കിൽ, പലപ്പോഴും നമ്മൾ ഇവിടുത്തെ UK മലയാളികളെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനം നമ്മുടെ നേഴ്സുമാർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടാവുക അല്ലേ. അവരുടെ ഡ്യൂട്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 12 hours ലോങ് സ്റ്റാൻഡിങ് ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീടും അവർ ഒരുപാട് ട്രാവൽ ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത് എങ്കിൽ അത് കുറേ കൂടി ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അതല്ല, അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് വീട്ടിലേക്ക് കഴിഞ്ഞാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ളതാണ്. അത് നമ്മൾക്ക് ഒരുപാട് ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനാണ് ബാധിക്കുന്ന ഘടകമാണ് അല്ലേ. ചിലപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, അഥവാ നമ്മൾ അങ്ങനെയുള്ള ഒരു വീടിന് നമ്മളൊരു പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്. അപ്പോൾ ഇന്നലെ എന്നൊരു ക്ലൈൻറ്റ് എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു 5000 പൗണ്ട് കൂട്ടിക്കൊടുക്കണം എന്ന് പറയുന്നത്, എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഞാനോട് പറഞ്ഞു, നിങ്ങൾ 5000 പൗണ്ട്, നിങ്ങളൊരു മിനിമം ഒരു 10 വർഷമാണ് അവിടത്തേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് കരുതുക. ആ 10 വർഷമാണ് നിങ്ങൾ അവിടെ താമസിക്കുന്നതെങ്കിൽ ഈ 5000 പൗണ്ട് നിങ്ങൾ ഡിവൈഡ് നോക്കിയേ, ഒരു വർഷത്തേക്ക് ഒരു 500 പൗണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്.
അത് നിങ്ങൾ 365 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, 1 പൗണ്ട് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ 1 പൗണ്ട് നിങ്ങൾ ഈ ഒരു ദിവസത്തേക്ക് ഈ വീട്ടിൽ അധികം കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ മറ്റ് പല കാര്യങ്ങൾക്കും എഫക്റ്റ് ആണോ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു ട്രാവലിംഗ്, നിങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്തേക്കുള്ള ട്രാവലിംഗ് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ സേവ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക, ഒരു 2 പൗണ്ട് എല്ലാ ദിവസവും നമ്മൾ 2 പൗണ്ട് കൊടുത്തിട്ട് ദൂരം ഉള്ളൊരു ദിക്കിൽ പോയി ഒരു വീടെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ട്രാവലിംഗ് കോസ്റ്റ് കൂട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്കത് ഗുണകരമാവുന്നെങ്കിൽ നമ്മളൊരു 5000 കൂടെ അധികം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്കൊരു നഷ്ടം വരുന്നില്ല. ബാർഗനിങ് ചെയ്യുന്നത് നല്ല ഫെസിലിറ്റി കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി നിങ്ങൾ വീടെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വീട്ടിൻ്റെ ഫെസിലിറ്റി നിങ്ങൾ വീട് കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും, ഗ്യാരേജ് ഉണ്ടോ, അതിൻ്റെ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണ് PVC ഡബിൾ ഗ്ലേസ് വിൻഡോകൾ ഉണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരു വീടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുമായിരിക്കും. അതേപോലെ ഈ ഏരിയനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ നോളജുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ഇത് ഗുണകരമായി നിങ്ങൾ വീടെടുക്കുന്ന സമയത്ത് ഗുണകരമാവുക എന്ന് പറയുന്ന എൻ്റെ അനുഭവങ്ങളും എൻ്റെ 22 വർഷത്തെ UK എൻ്റെ അനുഭവങ്ങളിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നിങ്ങൾക്ക് അല്ല, നിങ്ങൾ 1 to 1 ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുകയോ കാര്യങ്ങളോ ചെയ്യാം. എൻ്റെ ടെലിഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, എനിക്ക് 2 ടെലിഫോൺ നമ്പർ മെയിനായിട്ടൊന്നും നിങ്ങൾ വേണമെങ്കിൽ 07957565050. I will repeat the number again, 07957565050. Okay, thank you, bye bye, good night.